ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. ഇതിന് മുമ്പെടുത്ത ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. ഓരോന്നും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ കാണാൻ മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള നവോത്ഥാന സംഘടനകളാണ്. കേരള നവോത്ഥാന സംഘടനകൾ എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമല്ലേ. ബോക്സായിട്ടും താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക, അല്ലെങ്കിൽ വർഷങ്ങൾ ചോദ്യം വരാറുണ്ട്. എങ്ങനെ ചോദ്യം വന്നാലും ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സമത്വ സമാജം. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ സമം എന്ന വാക്ക് കണ്ടാൽ നോക്കുക, അല്ലെങ്കിൽ സമത്വ സമാജം, സമപന്തി ഭോജനം, സമം എന്നത് കണ്ടാൽ നിങ്ങൾ വൈകുണ്ഠ സ്വാമികളെ കണക്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ സമത്വ സമാജം എപ്പോഴും ചോദിക്കുന്ന സാധനം. അതുപോലെ തന്നെ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ സമം എന്ന് കണ്ട ആരെ കണക്ട് ചെയ്യണം? രണ്ടെണ്ണം കണക്ട് ചെയ്യാലോ. സമത്വ സമാജം, സമപന്തി ഭോജനം, രണ്ടും വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യ നവോത്ഥാന സംഘടന എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ സമത്വ സമാജമാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളെയാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. സമത്വ സമാജം 1836 ആരാണ് സ്ഥാപകൻ? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പൊ സമം എന്ന് കണ്ട നമ്മൾ ആരെ കണക്ട് ചെയ്യണം? വൈകുണ്ഠ സ്വാമികളെ കണക്ട് ചെയ്യണം. അപ്പൊ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. ഓക്കെ, പിന്നെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ഉണ്ടല്ലോ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ചാന്നാർ ലഹള അറിയാലോ. മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന 1859 നടന്ന ചാന്നാർ ലഹള. ഇതിൽ ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1822 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1859. ഈ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ചോദ്യം വരാറുണ്ട്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ 1836 സമത്വ സമാജം. അപ്പൊ കേരളത്തിലെ ആദ്യ നവോത്ഥാന സംഘടനയായി കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഇത് സമത്വ സമാജമാണ്. അപ്പൊ സമത്വ സമാജത്തിന്റെ സ്ഥാപകം കിട്ടണം. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്? മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, പന്തി ഭോജനം നടത്തിയത് ആരാണ്? പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യാണ്. തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യയാണ് എന്ത് നടത്തിയത്? തൈക്കാട് അയ്യാണ് പന്തി ഭോജനം നടത്തിയത്. നമ്മൾ പഠിച്ചത് സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം തൈക്കാട് അയ്യ. ഓക്കെ, പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യ. പ്രീതി ഭോജനം നടത്തിയത് ആരെന്ന് ചോദ്യം വരും. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പട്ടിസദ്യ നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പട്ടിസദ്യ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. പട്ടിസദ്യ ചട്ടമ്പി സ്വാമികൾ. അത് നമുക്ക് സിമ്പിളായി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് പട്ടിസദ്യ നമ്മൾ ഈ ചട്ടമ്പിമാരുടെ കൂടെയൊക്കെ എപ്പോഴും പട്ടികൾ ഉണ്ടാവും അല്ലേ? അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ചട്ടമ്പിമാരുടെ കൂടെയൊക്കെ പട്ടികൾ ഉണ്ടാവും എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക. പട്ടിസദ്യ ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പം സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? സമം എന്ന് കണ്ട ആരെ കണക്ട് ചെയ്യണം? വൈകുണ്ഠ സ്വാമികളെ കണക്ട് ചെയ്യണം. 1836 എന്ത് സമത്വ സമാജം സ്ഥാപിച്ചത്. അതും സമം വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ അത് സ്ഥാപിച്ചത് ആരെന്ന് പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. എന്താണ് SNDP സ്ഥാപിച്ചത്? SNDPയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. 1903 1903 മെയ് 15 SNDP സ്ഥാപിതമാവുന്നത്. ഓക്കെ, അപ്പോൾ SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ഏതാണ് വർഷം? 1903. ഓക്കെ, 1903 മെയ് 15 വർഷം ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. 1903 മെയ് 15 SNDP സ്ഥാപിതമാകുന്നത്. ഓക്കെ, SNDP സ്ഥാപിതമാകുന്നത് 1903 മെയ് 15. ഓക്കെ,
പിന്നെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ചോദ്യം വരാറുണ്ട്, അത് വാവൂട്ടി യോഗമാണ്. വാവൂട്ടി യോഗം. ഓക്കെ, വാവൂട്ടി യോഗം കണക്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, വാവൂട്ടി യോഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. വാവൂട്ടി യോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ്. ഓക്കെ, SNDPയുടെ ആദ്യ മുഖപത്രമായിരുന്നു വിവേകോദയം. വിവേകോദയമാണ് SNDPയുടെ ആദ്യ മുഖപത്രം. വിവേകോദയം. ഓക്കെ, വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. നിലവിലെ ഏതാണ്? യോഗനാഥം. നിലവിലെ യോഗനാഥമാണ്. പക്ഷെ ആദ്യത്തേതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. SNDPയുടെ ആദ്യ മുഖപത്രം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. വിവേകോദയമാണ്. ഈ വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈഴവ ഗസറ്റ് എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദയമാണ് കേട്ടോ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ചോദ്യം വരും, SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വരും. ആരാണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ? ഉപാധ്യക്ഷൻ ആരാ? ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഈ SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുവിനെ മോട്ടറാക്കുക അല്ലെ. ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു. ഓക്കെ, ഡോക്ടർ പൽപു ആയിട്ട് പറയാണ്, നിങ്ങൾ SNDP സ്ഥാപിക്കുന്നത് അടിപൊളിയാണ്, നീ മറ്റേ വടക്കൻ സെൽഫി സിനിമയിൽ പറയുന്നത് പോലെ എന്താണ്, നീ മരണമാസാണെന്നൊക്കെ പറഞ്ഞ് എന്താണ് ബൂസ്റ്റ് ആക്കുക. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ 2 കൺട്രീസ് സിനിമയിൽ എല്ലാതും ഒരാളെ ഏൽപ്പിക്കുന്നത് പോലെ അങ്ങനെയല്ല, എന്നാലും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇത് വന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഡോക്ടർ പൽപു ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു പറയും അതായത് ഈ സീൻ ഒന്ന് മനസ്സിലാലോചിച്ചാൽ നിങ്ങൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനോട് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ SNDP എന്നൊരു സംഘടന സ്ഥാപിക്കുക, അത് നല്ല രീതിയിൽ പിൽക്കാലത്ത് അറിയപ്പെടും, അത് വളരെ നന്നാവും, സമൂഹത്തിന് അത് വളരെ നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഓക്കെ, ഞാൻ SNDP സ്ഥാപിക്കാം, പക്ഷേ ഞാൻ അധ്യക്ഷനും ഉപാധ്യക്ഷനായി എൻ്റെ കൂടെ നീ ഉണ്ടാവണം. ഓക്കെ, ഡോക്ടർ പൽപു. ഓക്കെ, ഡോക്ടർ പൽപു ആണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. ഡോക്ടർ പൽപു. ഓക്കെ, ഡോക്ടർ പൽപു ആണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. ഇനി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിക്കും. അത് കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാനാണ് SNDPയുടെ ആദ്യ സെക്രട്ടറി. അപ്പൊ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ പൽപു ആണ്. ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കുമാരനാശാനാണ്. ആദ്യ മുഖപത്രം വിവേകോദയം. വിവേകോദയമാണ് ആദ്യ മുഖപത്രം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യ ഉപാധ്യക്ഷനെ പഠിച്ചു വെച്ചോ, ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു ആണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗം. എന്നാണ് SNDP സ്ഥാപിതമായത്? അത് ചോദ്യം വരാറുണ്ട്. 1903 മെയ് 15. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. എന്താണ് SNDPയുടെ ഫുൾ ഫോം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് SNDPയുടെ ഫുൾ ഫോം. അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ SNDP സ്ഥാപിതമായ വർഷം പഠിച്ചു. ആദ്യ അധ്യക്ഷൻ അല്ലെ അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അതുവരെയൊക്കെ ക്ലിയർ ആണ്. കുമാരനാശാനാണ് ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ് കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വാക്കുകളാണ് അല്ലെങ്കിൽ കുമാരനാശാന്റെ വരികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചു. SNDP പഠിച്ചു, സമത്വ സമാജവും പഠിച്ചു. ഇനി സാധുജന പരിപാലന സംഘം. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ കണക്ട് ചെയ്ത് തരാം. അതായത് സാധുക്കളായ മനുഷ്യർ അല്ലെങ്കിൽ സാധുക്കളായ ആളുകളെ അല്ലെങ്കിൽ മൃഗങ്ങളെ എന്തിനായാലും സാധുക്കളെ അല്ലെങ്കിൽ പാവങ്ങളെ കണ്ട നമ്മൾ എന്ത് പറയും? അയ്യോ എന്ന് പറയും അല്ലേ. അയ്യോ എന്ന് പറയുന്ന ആലോചിച്ചാൽ അയ്യങ്കാളി. അയ്യ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ആ അയ്യോ വെച്ചിട്ട് അയ്യനെ കണക്ട് ചെയ്താൽ മതി. അയ്യങ്കാളി. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഓക്കെ, 1836 സമത്വ സമാജം, 1903 മെയ് 15 SNDP, 1907 അയ്യങ്കാളി എന്ത് സ്ഥാപിച്ചു? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം. ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ അയ്യങ്കാളിയുടെ വിശേഷണങ്ങൾ ഉണ്ടല്ലോ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിക്കും അല്ലേ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. വിശേഷണങ്ങൾ പഠിക്കാനാണെങ്കിൽ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് പഠിക്കാണ്ട്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. പിന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. പിന്നെ അതുപോലെ തന്നെ നാണു
ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അങ്ങനെ പലതും ഓരോരുത്തരെ പറ്റി വിശേഷണങ്ങൾ പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അയ്യങ്കാളി അറിഞ്ഞു വെക്കുക, ആളിക്കത്തിയ തീപ്പൊരി എന്നും അതുപോലെ തന്നെ അധസ്ഥിതരുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. ഈ അയ്യങ്കാളിയെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതും ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചതൊക്കെ നമുക്ക് പഠിക്കാണ്ട് അല്ലേ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. എന്താണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കും. എന്താണ് മഹാത്മാഗാന്ധി? പുലയരുടെ രാജാവ് എന്നല്ലേ വിശേഷിപ്പിച്ചത്. അപ്പോൾ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഇ.കെ. നായനാരാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര, പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര 1893 നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ വില്ലുവണ്ടി യാത്ര നടത്തിയത്. അതും പഠിച്ചു വെക്കുക. അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ, SNDP ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. എപ്പോഴാണ്? 1907 കേട്ടോ. ഇനി അരയ സമാജം അതേ വർഷം തന്നെ എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതും സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. കറുത്ത അരയന്നം എന്ന് ആലോചിച്ചാൽ മതി. കറുത്ത അരയന്നം, അരയന്നത്തിന് ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു വെളുത്ത അരയന്നാവും വരുന്നുണ്ടാവുക. എങ്കിലും കറുത്ത അരയന്നം എന്ന് ആലോചിച്ചാൽ അരയ സമാജം കറുപ്പനാണെന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. ഇനി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. അതും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് അടുക്കള എന്തൊക്കെ കണക്ട് ചെയ്യുന്നത്? അടുക്കള, കണ്ണീരും കിനാവും. പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹം എഴുതിയ നാടകമാണ്. ഓക്കെ, പിന്നെ കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് യോഗക്ഷേമ സഭ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലാണ് എൻ്റെ യോഗം. അടുക്കളയിൽ കടന്ന് വട്ടം തിരി എന്തിനാ പഠിച്ചു? വട്ടത്തിരിപ്പാടിനാണ് കേട്ടോ. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും പിന്നെ ഇതൊക്കെ ആലോചിച്ച് കണ്ണീരും കിനാവുമാണ് എൻ്റെ യോഗം. ഓക്കെ, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും പിന്നെ പലതും ആലോചിച്ച് കണ്ണീരും കിനാവും, ഇതാണ് എൻ്റെ യോഗം. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓക്കെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം VT ഭട്ടതിരിപ്പാടിൻ്റെ ആണ്. BT അല്ല VT. ഓക്കെ, VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. പിന്നെ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് ചോദ്യം വരാറുണ്ട്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. പിന്നെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഈ അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ എന്ന് പറയുന്നത് ഇങ്ങനെ 8 പോലെ വട്ടം തിരിയ, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ 8 ഓക്കെ, 8 ഇടുന്നത് പോലെ അങ്ങനെ വട്ടം തിരിയ, അങ്ങനെ കണക്ട് ചെയ്താൽ മതിയേ. ഓക്കെ, 8 പോലെ വട്ടം തിരിയാന്ന് കണക്ട് ചെയ്താൽ VT ഭട്ടതിരിപ്പാട് കിട്ടും. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. എങ്ങനെ കണക്ട് ചെയ്യുക? ഇതാണ് എൻ്റെ യോഗം. അടുക്കളയിൽ കടന്ന് തിരിയ, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ, എന്നിട്ട് പലതും ആലോചിച്ച് കണ്ണീരും പിന്നെ കിനാവും അല്ലേ. കണ്ണീരും കിനാവും. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനാണ് സ്ഥാപിച്ചത്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പിന്നെ 1908 യോഗക്ഷേമ സഭ എന്നുള്ളത് മറക്കരുത് കേട്ടോ. 8 ഇങ്ങനെ വട്ടം തിരിയുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ 8 വെച്ച് കണക്ട് ചെയ്യുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനാണ്. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ, SNDP ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, അരയ സമാജം കറുത്ത അരയന്നം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, കണക്ട് ചെയ്യാലോ? നമുക്ക് അടുത്തത് നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാം. അടുത്തത് കല്യാണദായിനി സഭ. കല്യാണദായിനി സഭയും കൊച്ചി പുലയ മഹാസഭയും രണ്ടും പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ 1912 കല്യാണദായിനി സഭ. 1913 പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത്. അപ്പൊ രണ്ടിന്റെയും സ്ഥാപകൻ ആരാണ്? രണ്ടും പണ്ഡിറ്റ് KP കറുപ്പൻ. കല്യാണദായിനി സഭ, കൊച്ചി പുലയ മഹാസഭ രണ്ടും ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. 12-13. ഓക്കെ, 12 കല്യാണദായിനി സഭ, 13 കൊച്ചി പുലയ മഹാസഭ. ഓക്കെ, ഇനി 1914 NSS സ്ഥാപിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റി അല്ലെ. NSSന്റെ ഫുൾ ഫോം ഒക്കെ ചോദ്യം വരാറുണ്ട്. എന്താണ്? നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നതും കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ചത് 1914
1414 1914 NSS സ്ഥാപിച്ചത്. NSSന്റെ ഫുൾ ഫോം എന്താണ്? നായർ സർവീസ് സൊസൈറ്റി. അത് കണക്ട് ചെയ്യാൻ, നായർ സർവീസ് സൊസൈറ്റി കണക്ട് ചെയ്യാൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്നുണ്ട് 1924 വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, അത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ. സവർണർ അപ്പൊ നായർ കണക്ട് ചെയ്യുക, നായർ സർവീസ് സൊസൈറ്റി. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അപ്പൊ അതും കണക്ട് ചെയ്യാൻ കിട്ടിയല്ലോ. NSS സ്ഥാപിച്ചത് 1914 NSS 1914. ഇനി പഠിക്കാനുള്ളതാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം 1917 സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇതിൽ കണ്ടോ, ഈ തായും മായും ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. തായും മായും കൂടിച്ചേരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗായും ബായും ഗബ അല്ലേ, വാഗ്ബ. ആത്മ തായുമായും കൂടിച്ചേരുന്നു നാവുക, വാഗ്ബ ഗായും ബായും കൂടിച്ചേരുന്ന് ഗ നാവുക. അപ്പൊ ഈ പേരുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ആത്മവിദ്യാസംഘം എന്ന് കണ്ട അതുപോലെ തന്നെ ആത്മ അതുപോലെ ഗബ. ഓക്കെ, വാഗ്ബ. ഓക്കെ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കണക്ട് ചെയ്തു കേട്ടോ. 1917 ആത്മവിദ്യാസംഘം ആര് സ്ഥാപിക്കുന്നത്? വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാഗ്ഭടാനന്ദനെയും കണക്ട് ചെയ്യുക. പിന്നെ സഹോദര സംഘം, സിമ്പിളാണ്. സഹോദരൻ അയ്യപ്പൻ, അവിടെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. 1917 പഠിച്ചു വെക്കുക. സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത്. പിന്നെ ഈഴവ മഹാസഭ, നമുക്കറിയാം ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ഇതേ വർഷമാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. അപ്പോൾ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? 1896 ഡോക്ടർ പൽപ്പു ആണ്. പിന്നെ ജാതി നാശിനി സഭ. ഓക്കെ, ജാതി നാശിനി, അവിടെയുണ്ട് പേരിൽ നിങ്ങൾക്ക് കണക്ഷൻ. ജാതി നാശിനി സഭ എന്നാണ്. നാശിനി പറയുമ്പോൾ നശിപ്പിക്കുക, തീർക്കുക. അത് കണ്ടോ, ആനന്ദ തീർത്ഥനെയും നാശിനി, അതായത് നശിപ്പിക്കുക എന്നുള്ളതും വെച്ച് കണക്ട് ചെയ്യുക. ജാതി നാശിനി. ഓക്കെ, അപ്പൊ നശിപ്പിക്കുക, തീർക്കുക. ഓക്കെ, തീർത്ഥൻ, നശിപ്പിക്കുക, തീർക്കുക, അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത്. 1933 1903 ഏതാണ്? SNDP മെയ് 15 അതിൽ ഡേറ്റും പഠിച്ചു വെച്ചോ. 1903 മെയ് 15. 1907 പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞുതരാം. 1907 സാധുജന പരിപാലന സംഘം. 1908 യോഗക്ഷേമ സഭ. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ഓക്കെ, ഇത്രയും എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 1836 ആദ്യത്തേതായതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. 1836 കേട്ടോ. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. പിന്നെ 1917 ആത്മവിദ്യാസംഘവും സഹോദര സംഘവും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മവിദ്യാസംഘം, സഹോദര സംഘം എന്നിവ 1917. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? അത് സമത്വ സമാജമാണ് അല്ലേ. സമത്വ സമാജം എപ്പോഴാണ്? 1836. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നത് ഏതാണ്? അത് സമത്വ സമാജമാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ അതായത് ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് അതിന്റെ സ്ഥാപകനാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. പിന്നെ മുടിചൂടും പെരുമാൾ അല്ലെ, മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അതൊക്കെ വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അത്രയും പഠിച്ചു വെക്കുക. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് നമ്മൾ കുറേ പഠിച്ചു. ശ്രീനാരായണ ഗുരു എപ്പോഴും ഈ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ എപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതും പഠിച്ചു വെക്കുക. പിന്നെ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണീരും കിനാവും ആരുടെയാണ്? അത് അടുക്കളയിൽ കിടന്ന് വട്ടം തിരിയുക, കണ്ണീരും കിനാവും അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ NSSന്റെ ഫുൾ ഫോം അടക്കം ചോദ്യം വരാറുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയാണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയാണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയാണ് NSSന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ അതും കിട്ടുമല്ലോ. NSS സ്ഥാപിച്ചത് 1914. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നും കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് നമ്മൾ പഠിച്ചു. അപ്പോൾ സമം കണക്ട് ചെയ്യാൻ പറ്റും. സമത്വ സമാജം, സമപന്തി ഭോജനം രണ്ടും വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. സമം. ഓക്കെ, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് സമത്വ സമാജം, സമപന്തി ഭോജനം. അപ്പോൾ പന്തി ഭോജനം പഠിക്കണം. ആരാണ്? തൈക്കാടയ്യ. പ്രീതി ഭോജനം പഠിക്കണം. വാഗ്ഭടാനന്ദൻ. മിശ്ര ഭോജനം എപ്പോഴും ചോദ്യം വരും. NSERT
ഉൾപ്പെടെ ആ പോയിന്റ് ഉണ്ട്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ പട്ടിസദ്യ നമ്മൾ പഠിച്ചു അല്ലേ? പട്ടിസദ്യ ചട്ടമ്പി സ്വാമികളാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എപ്പോഴും ചോദ്യം വരാറുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ എന്തൊക്കെയാണ്? ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളാണ് അല്ലേ? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ വിശേഷണങ്ങളൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ തിരുവനന്തപുരം സെക്രട്ടറിയിൽ ക്ലർക്കായിട്ട് സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ മറക്കരുത്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, പിന്നെ ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി എന്ന് ചോദ്യം വന്നാലോ? കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി എന്ന് ചോദ്യം വന്നാൽ അത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദനാണ് കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി. വാഗ്ഭടാനന്ദനാണ് കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ബന്ധപ്പെടുത്തി പറഞ്ഞു തന്നു. പിന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സമത്വ സമാജം ആദ്യം പഠിക്കേണ്ടത്. സമത്വ സമാജം അല്ലെ? സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. SNDP നമുക്കറിയാം ശ്രീനാരായണ ഗുരുവാണ്. സാധുക്കളെ കണ്ടാൽ നമ്മൾ പറയും അയ്യോ പാവം എന്ന് പറയും അല്ലേ? അയ്യോ വെച്ചിട്ട് അയ്യങ്കാളിനെ കണക്ട് ചെയ്യുക. അരയ സമാജം, കറുത്ത അരയന്നത്തിനെ കണക്ട് ചെയ്യുക. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പൻ. യോഗം അല്ലേ? അടുക്കളയിൽ കടന്ന് വട്ടം തിരിയുക. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും പിന്നെ കണ്ണീരും കിനാവും, ഇതൊക്കെയാണ് എൻ്റെ യോഗം. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. അത് എപ്പോഴും ചോദിക്കട്ടോ, പഠിച്ചു വെച്ചോ. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കല്യാണദായിനി സഭ. കല്യാണദായിനി സഭ പണ്ഡിറ്റ് KP കറുപ്പൻ. പിന്നെ കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് KP കറുപ്പൻ. NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആത്മവിദ്യാസംഘം ആത്മ വാഗ്ബ രണ്ടും കണക്ട് ചെയ്യുക. ആത്മ വാഗ്ബ രണ്ടും കണക്ട് ചെയ്യാം. പിന്നെ സഹോദര സംഘം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഈഴവ മഹാസഭ ആരാണ്? ഡോക്ടർ പൽപ്പു. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. തീർക്കുക അല്ലെ? അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ മതി. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും സംഘടനകളും അതിൻ്റെ അല്ലെങ്കിൽ കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരും വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു തന്ന ഓരോ എക്സ്ട്രാ കാര്യങ്ങളും ഓരോന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അതിനെ മനസ്സിലാക്കിയെടുക്കുക. ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്